നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. പ്രതി പോലീസ് പിടിയിൽ. മുടവൂർ സ്വദേശി സജീവാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. ഹോമിയോ ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ ബ്രാഞ്ച്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കർഷക ദുരിതത്തിൽ സർക്കാരിന്റെ അനാസ്ഥ. എറണാകുളം കിഴക്കൻ മേഖലയിൽ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്നു. KC വേണുഗോപാൽ MP. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTAയുടെയും UP സ്കൂളിന്റെയും 146ാമത് വാർഷികവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി വാഴക്കുളം ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂളും കദളിക്കാട് വിമലമാത ഹൈസ്കൂളും. മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കിൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വാർത്തകൾ വിശദമായി. പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിൽ. മുടവൂർ സ്വദേശി സജീവാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ. മുടവൂർ തവളക്കവല ഭാഗത്ത് തോളാൻകരയിൽ സജീവിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതി രാവിലെ മുടവൂരിലുള്ള വീട്ടിലെത്തി ഭാര്യയെയും തടയാനെത്തിയ മകളെയും വാക്കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സംഭവം നടന്ന ഉടനെ അന്വേഷണം വ്യാപിപ്പിച്ച മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. SIമാരായ MP ദിലീപ് കുമാർ, PC ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ബിബിൽ മോഹൻ, ഹാരിസ് H, സന്ദീപ് ബാബു, KP നിസാർ, സന്ദീപ് പ്രഭാകർ, KT നിജാസ്, വിനോദ് കാക്കാട്ടുകുടി, ശ്രീജു രാജൻ, SM ബഷീറ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഹോമിയോ ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ ബ്രാഞ്ച്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ ഹോമിയോ ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ സംഭാവനയായി നൽകി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ച്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പ്യൂരിഫയറിൽ നിന്ന് വെള്ളം കുടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സർവീസിന്റെ മനോഭാവം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സംഘടന തന്നെയാണ്. അപ്പോൾ അതിന്റെ സർവീസ് പല മേഖലകളിലും കണ്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ ഇത്രയും ശക്തമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന റീസൺസ് അത് തന്നെയാണെന്ന് അറിയാം. ഒരു പ്യൂരിഫയർ നൽകിയതിന്റെ പേരിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. റെഡ് ക്രോസിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് റെഡ് ക്രോസ് മൂവാറ്റുപുഴ താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ, കൗൺസിലർമാരായ ദീപ്തി വിപിൻ, ജിനു ആന്റണി, മിനി C കർത്ത, ഡോക്ടർ ധന്യ പ്രസാദ്, ഡോക്ടർ രാഹിത P, റെഡ് ക്രോസ് പ്രതിനിധികളായ ചിന്നമ്മ വർഗീസ്, ജോർജ് വർഗീസ്, രാജേഷ് അലക്സ്, സാലി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂളും കദളിക്കാട് വിമലമാത ഹൈസ്കൂളും. മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കിൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. 2025-26 അധ്യയന വർഷത്തിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂളും കദളിക്കാട് വിമലമാത ഹൈസ്കൂളും സംയുക്തമായി നടത്തി. മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. ഇപ്പോൾ വിശ്വസായിരിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൗൺസിലിലൂടെ കടന്നു പോകുന്നു. കുമാരി ആകാശ് പുരസ്കാരം നയിക്കുന്ന പെൺകുട്ടികളുടെ 4ാം റിപ്പോർട്ട് ഇപ്പോൾ വിശ്വസായിരിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൗൺസിലിലൂടെ കടന്നു. വാഴക്കുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KP സിദ്ദിഖ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
വിമലമാത ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നിർമ്മൽ മരിയ, ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെറിൻ CMC, വാർഡ് മെമ്പർ ജിൻഡോ ടോമി, PTA പ്രസിഡന്റ് EK സുരേഷ് തുടങ്ങിയവർ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. സർക്കാരിന്റെ അനാസ്ഥ മൂലം കിഴക്കൻ മേഖലയിൽ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്നു. കനാലുകളിലൂടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടായിരിക്കെ യാതൊരു മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് KC വേണുഗോപാൽ MP. സംസ്ഥാനത്ത് കർഷകർ നേരിടുന്ന ഗുരുതര പ്രതിസന്ധിയോടുള്ള സർക്കാരിന്റെ അനാസ്ഥയും അവഗണനയും അതിരുകടക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കർഷകരുടെ കണ്ണീരൊപ്പേണ്ട സർക്കാർ അവരെ വഴിയാധാരമാക്കി രാഷ്ട്രീയ അഹങ്കാരം കാട്ടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കർഷകർക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്ന അതീവ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത്. കനാലുകൾ ശുചീകരിക്കുന്നതിനിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ജെയ്സ് ജോണിന് പരിക്കേറ്റത് അത്യന്തം ദുഃഖകരമായ സംഭവമായി മാറി. മാത്യു കുഴൽനാടൻ MLA യുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കർഷകരും ചേർന്ന് ശക്തമായ സമരങ്ങളുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഫയൽ 2 ആഴ്ചയ്ക്കുമേൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കെട്ടിക്കിടന്നിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്തത് മുഖ്യമന്ത്രിയുടെ കർഷക വിരുദ്ധ സമീപനത്തിന്റെ തെളിവാണെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കനാലുകൾ ശുചീകരിക്കുന്നതിനിടെ പരിക്കേറ്റ ജെയ്സ് ജോണിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു KC വേണുഗോപാൽ. കൃഷിക്കാരന് കൃഷി ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ജലം ലഭ്യമാക്കണം. ഇവിടെ കനാലുകൾ ശുദ്ധീകരിച്ച് ആ കനാലുകൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ ജലവിതരണം നടത്തുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം കാർഷിക മേഖലയിൽ അവർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഈ നാടിന് വേണ്ടിയിട്ടല്ലേ അവർ കൃഷി ചെയ്യുന്നത്. ആ കൃഷിക്കാരെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലെങ്കിൽ സർക്കാരിന് ആരോടാണ് ഉത്തരവാദിത്വം? അപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലം എടുത്തു നോക്കിയാൽ കൃഷിക്ക് ഏറ്റവും കുറഞ്ഞ പരിഗണന കൊടുത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഇന്നലത്തെ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട്. നടക്കുന്നതല്ല, എല്ലാം അടുത്ത ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ വാഗ്ദാന പെരുമഴയിൽ പോലും കൃഷിക്ക് സ്ഥാനമില്ല. ഇതാണ് ഈ സർക്കാരിൻ്റെ കൃഷിയോടുള്ള സമീപനം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. കാരണം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ സമ്പൂർണ്ണമായ പരാജയമാണ്. കർഷക വിരുദ്ധ സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളതിന് തെളിവാണ് ഇത്. ഇതിന് മാറ്റമുണ്ടായേ പറ്റൂ കേരളത്തിൽ. CMന്റെ ടേബിൾ ഫയലുണ്ട്. MLA അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടും ഒരു പരിഗണനയുമില്ല. ഇത് കൃഷിക്കാരോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് സർക്കാർ കാണുന്നത്. അങ്ങനെയാണോ കാണുന്നത്? കൃഷിക്കാരനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അവൻ്റെ അധ്വാനത്തിൻ്റെ വേദനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സർക്കാർ. ഈ കാര്യത്തിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ നടപടി എടുപ്പിക്കാനുള്ള സർക്കാർ വരും. അത് മനസ്സിലാക്കിക്കൊള്ളണം അവർ. കനാലുകളിലൂടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടായിരിക്കെ യാതൊരുവിധ മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വർഷങ്ങളായി കനാലുകൾ ശുചീകരിക്കാതെയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കോതമംഗലം വടാട്ടുപാറയിൽ വെച്ചായിരുന്നു അന്ത്യം. ഏറെ നാളായി അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടത്തപ്പെടും. കോട്ടയം ചൂണ്ടമണ്ണിലാണ് ജനിച്ചത്. പിന്നീട് കുടുംബം വെള്ളത്തൂവലിലേക്ക് കുടിയേറുകയായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വീട്ടുവളപ്പിൽ മതപരമായ ചടങ്ങുകളില്ലാതെ നടത്തപ്പെടുമെന്ന് മരുമകൻ ടിജോ പറഞ്ഞു. അച്ഛൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത്. ക്യാൻസറായിട്ട് രാജേരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഒരു 6 മാസത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് വയ്യാണ്ടായി. ഇന്ന് 1:43 അച്ഛൻ മരിച്ചു. നാളെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിൽ സംസ്കരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നാളെ 11 മണിക്കാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകളൊന്നും പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങും ഇല്ലാണ്ട് അച്ഛനെ ദഹിപ്പിക്കണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ വഴി പിന്തുടർന്നാണ് സ്റ്റീഫൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് എത്തിയത്. പാർട്ടി പിളർപ്പിന് ശേഷം നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ എത്തുകയായിരുന്നു. നിരവധി പുസ്തകങ്ങളും പ്രകാശനം ചെയ്തിട്ടുണ്ട്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയുടെയും UP സ്കൂളിന്റെയും 146ാമത് വാർഷികവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ 146 വർഷങ്ങളായി അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും UP സ്കൂളിന്റെയും 146ാമത് വാർഷികവും യാത്രയയപ്പും അധ്യാപക രക്ഷകർതൃ ദിനവും നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു.
ഈ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ കൃത്യമായി മുൻപോട്ട് പോകുന്ന നമ്മുടെ അധ്യാപകർ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ്. ഇത് കൂടുതൽ മികവുറ്റതാകുവാനായിട്ട്, കൂടുതൽ വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമാകുവാനായിട്ട് വരും വർഷങ്ങളിൽ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന സീനിയർ ക്ലർക്ക് അഷ്റഫ് SM-നെ നഗരസഭ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം ആദരിച്ചു. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ PS ഷിയാസ്, സീനിയർ അസിസ്റ്റന്റ് അമ്പിളി MR, വിദ്യാഭ്യാസ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഓഫീസർ ലെനി V തരകൻ, PTA പ്രസിഡന്റ് റമീന ME, BPC ആനി ജോർജ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ബാവ AK, ലീഡർ അജ്മൽ N തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ എൻഡോൺമെന്റുകൾ എന്നിവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ചടങ്ങിൽ വിതരണം ചെയ്തു. Welcome to Vimalagiri International School, Movatupuzha. Admissions are now open for the academic year 2026-2027. മീങ്കുന്നം കുഴികണ്ണിയിൽ മാത്യൂസ് P മത്തായി 92 നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച 3-ന് മീങ്കുന്നം സെന്റ് ജോസഫ് പള്ളിയിൽ. പരേതൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനാണ്. ഭാര്യ മോളിക്കുട്ടി, ആലപ്പുഴ അഞ്ചുതയ്യിൽ കുടുംബാംഗം. മക്കൾ റോബി, ബിനിത, റോണി. മരുമക്കൾ ബബിത, ഷിജു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.